നമസ്കാരം. എൻ്റെ പേര് പ്രസാദ്. എൻ്റെ സ്വദേശം കാഞ്ഞിരമറ്റത്താണ്. നമ്മുടെ അഭിജിത്തിൻ്റെ ഡയറക്ടർ അഭിജിത്തിൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാനിങ്ങനെ സിനിമയുടെ ഭാഗമായിട്ട് പിന്നറെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലും ആയിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അഭിജിത്തിൻ്റെ ഒരു ചെറുപ്പം തൊട്ടേ എന്ന് വെച്ചാൽ അവനൊരു 17 വയസ്സ് മുതൽ അവന് സിനിമയോട് ഭയങ്കര ഒരു ക്രേസായിട്ട് പല കഥകളും വിളിക്കുമ്പോൾ ഇടയ്ക്ക് എന്നെ പണ്ട് ഫോണിൽ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ അതിൻ്റെ ഒരു കാര്യങ്ങൾ കഥയുടെ ഒരു ഉള്ളടക്കമൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുക എങ്ങനെയാണ് അഭിപ്രായം എന്താണ് അങ്ങനെ ഓരോ തുടർച്ചയായിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ ബേസ് ചെയ്തിൽ ആണ് അഭിജിത്ത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ ഞാൻ വേറെ ഒരു പ്രൊഫഷനായിട്ട് പോവുകയാണ്. എന്നാലും ഒരു കാര്യമുണ്ട് ചേട്ടാ വരാമോ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ പടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പോകുന്നു. ഞാൻ ആദ്യം അഭിജിത്ത് വിളിച്ച് ഞാൻ ലൊക്കേഷനാണ് ചെല്ലുന്നത്. നമ്മുടെ തലയോലപ്പുറമ്പുള്ള ലൊക്കേഷനിൽ ചെന്നപ്പോൾ ആ ലൊക്കേഷൻ്റെ ഫ്രെയിം തന്നെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ തന്നെ. ഒരു പാടത്തിൻ്റെ നടുക്കായിട്ടൊരു വീട്, അതാണൊരു ഫ്രെയിം. ആ ഫ്രെയിമിൽ നിന്നാണ് പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി. കാരണം ഈ നാടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആ നാടൻ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം മനസ്സിൽ ഉണ്ടാവും. പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രണയങ്ങളല്ല. നമ്മൾ ഓരോ ഏജിലും ഓരോ പ്രണയങ്ങളാണ്. പഴയ കാലത്തൊക്കെ അതാണ് ഇതിൻ്റെ ഈ സിനിമയുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഇത് തന്നെയാണ്. പഴയ കാലത്തൊക്കെ ഒന്ന് തൊടുക, അത് അങ്ങനെ സ്പർശനം തന്നെ ഒരു എന്നാ പറയണേ, പ്രണയിക്കുന്ന ഒരാളെ ഒന്ന് തൊടാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു പഴയ കാലത്തൊക്കെ. ഇപ്പോൾ പക്ഷേ പ്രണയങ്ങളെല്ലാം മാറുന്നു. വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ആദ്യം ഫ്രണ്ട്സ് ആയതിനു ശേഷമായിരിക്കും ചിലപ്പോൾ പ്രണയം തുറന്നു പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ പ്രണയം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് വളരെ ഇഷ്ടം തോന്നാം. പക്ഷേ എനിക്ക് തോന്നുന്ന പലരും ചിലപ്പോൾ ഇഷ്ടം തോന്നിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ പറയാത്ത പല പ്രണയങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് വൺ വേ പ്രണയമായിരിക്കാം. കൂടുതലും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. ലേഡീസാണ് പലരും തുറന്നു പറയാണ്ട് പോകുന്ന പല പ്രണയങ്ങളും സ്ത്രീകൾക്കുണ്ടായിരിക്കാം. പക്ഷേ അത് പറയുന്നില്ല. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പ്രണയം എപ്പോഴും ഏത് പ്രായത്തിലും ആർക്കും ആരോടും തോന്നാം. അതാണ് പ്രണയം. ഞാനിതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്കിപ്പോൾ 44 വയസ്സായി. എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രണയത്തെക്കുറിച്ച്, പഴയകാലത്തെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്ന ആളെ തന്നെ വിവാഹം കഴിക്കണം എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ നിമിത്തം നമ്മൾ ആ ഒരു കടുംകൈക്ക് മുതിർന്നില്ല. എന്നുവെച്ചാൽ പ്രണയിച്ചാൽ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രണയിക്കാൻ പോകരുത്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്ക്. അത് കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ പല സാഹചര്യത്തിലും പല പെൺകുട്ടികളും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മളോടൊരു താല്പര്യം നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ നമ്മളത് പതുക്കനെ വഴിതിരിച്ച് വേറെ വഴിക്ക് വിട്ടു. വിവാഹം കഴിക്കാത്തതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിനൊരു കുറ്റബോധം തോന്നുന്നു. അന്ന് ആരെങ്കിലൊക്കെ പ്രണയിച്ച് വിവാഹം കഴിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിനിമ തന്നെ എങ്ങനെയാണ് പ്രണയം തുടരുന്നു എന്ന് വെച്ചാൽ നമ്മൾ പ്രണയം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ സിനിമയുടെ പ്രമേയം തന്നെ ഒരു 70-ാം വയസ്സിലെ 2ാം വിവാഹമാണ്. അപ്പോൾ പ്രണയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വിവാഹിതനല്ല. ഞാൻ പണ്ട് 22 വയസ്സിലോ അല്ലെങ്കിൽ 26 വയസ്സിലോ വിവാഹം കഴിച്ചാലും അതിലും കൂടുതൽ അന്ന് കഴിച്ചാൽ കിട്ടുന്ന ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിതമായിരിക്കാം എനിക്ക് ഇനി തുടർന്ന് കിട്ടാൻ പോകുന്നത് എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞാനിപ്പോഴും ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ ഒരു പ്രചോദനമാണ്. ഇനി നമുക്ക് ഒരു നല്ല പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ സിനിമ നമുക്ക് നൽകുന്നു. അത് നിങ്ങൾക്കെല്ലാവർക്കും ഈ സിനിമ കാണുമ്പോൾ ബോധ്യമാകുന്നതാണ്. സിനിമയുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുന്നത് 2017 സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള കോലിമിഠായി എന്ന സിനിമയുടെ സംവിധായകൻ അരുൺ വിശ്വവുമായിട്ടാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒരു കമ്പനിയാണ് ഞങ്ങൾ ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഈ സിനിമകളെക്കുറിച്ചും നിരൂപണം നടത്തുന്നതും
അതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സിനിമയുടെ നിർമ്മാതാവായ അഭിജിത്ത് അശോകനുമായിട്ടും കൂടുതൽ ബന്ധങ്ങൾ വരുന്നു. അങ്ങനെ ഒരു ടീം വർക്കാണ്. അവരുടെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഞാൻ അവരുടെ ഒരു കൂടെ നടന്ന് കുറച്ച് ദിവസങ്ങൾ എനിക്ക് അവരുടെ കൂടെ സിനിമയുമായിട്ട് സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. അന്നൊരു സന്തോഷ് അനിമ അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെ അവരുടെ ടീം വർക്കുകളെല്ലാം വളരെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടിയും എന്ന് വെച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ആ സിനിമ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വിജയം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി കിട്ടിയതും. പ്രണയം തുടരുന്നു. നമ്മുടെ ഈ സിനിമയുടെ ഇതിവൃത്തം കാലഘട്ടമില്ലാത്ത ഒരു പ്രണയത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഈ സിനിമയൊരു കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കണ്ട് നിങ്ങളെ എത്രത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക.